സുപ്രധാന വകുപ്പുകൾക്കായി KCRC പക്ഷങ്ങൾ കൂടി പിടിമുറുക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു പ്രസാദ്. KC വേണുഗോപാൽ കൂടി വന്ന ശേഷം ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എന്നതാണ് മനസ്സിലാക്കുന്നത്. KC ക്യാമ്പ് ഇതിനോടകം തന്നെ പ്രധാന വകുപ്പുകൾ ചോദിച്ചിട്ടുണ്ട്. ഒപ്പം ആരെയൊക്കെ മന്ത്രിയാക്കണം, യുവാക്കൾ ഒക്കെ ആരൊക്കെ വരണം എന്നതിലൊക്കെയും തീരുമാനമാകണം അല്ലേ പ്രസാദ്? തന്നെയാണ് വിനീത. മാത്രവുമല്ല, ഒരു പിണക്കം തീർക്കാനുമുണ്ട്. അതായത് തിരുവനന്തപുരത്ത് UDFന്റെ യോഗം നടക്കുന്ന കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് 2 കിലോമീറ്റർ പോലും ദൂരെയല്ലാതെ രമേശ് ചെന്നിത്തല തന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ടും രമേശ് ചെന്നിത്തല ആ യോഗത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. മറ്റു രീതിയിൽ വേണമെങ്കിൽ പറയാം, രമേശ് ചെന്നിത്തല ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗത്തിലും ഇന്നലെ രമേശ് ചെന്നിത്തല എത്തിയില്ല എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയുടെ വകുപ്പ് അതെന്താണ് എന്നത് സംബന്ധിച്ച് കടുത്ത സമ്മർദ്ദം ഇപ്പോഴും ചെലുത്തുകയാണ് എന്ന വിവരം തന്നെയാണുള്ളത്. രമേശ് ചെന്നിത്തല എന്തായാലും മന്ത്രിസഭയിലേക്ക് വരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വകുപ്പ് അത് ഏതായിരിക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിനീത നേരത്തെ പറഞ്ഞതുപോലെ VD സതീശൻ മുഖ്യമന്ത്രി ആയതോടുകൂടി സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഒപ്പം നിന്ന കുറേ MLA-മാരുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിന്ന കുറേ MLA-മാരുണ്ട്. അവരിൽ എത്ര പേർ ആരൊക്കെ മന്ത്രിയാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ ഈ സമ്മർദ്ദം കൂടെയുള്ള അൻവർ സാദത്തിനെയും അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലയെയും ഒക്കെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള സമ്മർദ്ദം കൂടിയായിരിക്കാം എന്നുള്ളത് തന്നെയാണ് മറ്റ് നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ട് VD സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് പിന്നാലെ ദില്ലിയിൽ നിന്ന് KC വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. തുടർ ചർച്ചകളിൽ KC വേണുഗോപാൽ ഉൾപ്പെടെ നേതൃത്വം നൽകിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ടേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. കാരണം സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പാകെയായി മുഴുവൻ മന്ത്രിമാരെയും സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നാളെയും മറ്റന്നാളും ഏറ്റവും നിർണായകമായ ദിവസങ്ങളായിരിക്കും. ആ ദിവസങ്ങളിൽ ഏതൊക്കെ കോൺഗ്രസ് നേതാക്കളാണ് മന്ത്രിസഭയിലേക്ക് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നേരത്തെ റോഷി വിശദീകരിച്ചതുപോലെ ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് 2.5 വർഷം വീതമായിരിക്കുമോ എന്ന കാര്യത്തിലും വൈകാതെ തന്നെ തീരുമാനമുണ്ടാകും വിനീത. അതാണ് റോഷിബാൽ. സുപ്രധാനമായ വകുപ്പുകൾ ആർക്ക് എന്ന ചോദ്യം അത് വളരെ പ്രസക്തമാണ്. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുമോ അത് അറിയേണ്ടതുണ്ട്. ഒപ്പം ധനകാര്യ വകുപ്പ്, റവന്യൂ വകുപ്പ്, അതിലൊക്കെ തന്നെയും തീരുമാനമാകണം. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ലീഗിന് തന്നെ ആയിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെ നിർണായകമായ വകുപ്പുകളുണ്ട്. എങ്ങനെയായിരിക്കും വകുപ്പ് വിഭജനം എന്നതിലൊക്കെ തന്നെയും നാളെ തീരുമാനമാകും എന്ന് മനസ്സിലാക്കുന്നു.